Good morning to all. Today we are going to discuss about the topic types of working capital. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബിസിനസ് ഫേമിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ അല്ലേ, ഡെയിലി വർക്കിങ്ങിന് വേണ്ടിയുള്ള ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഫസ്റ്റ് വൺ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. There is always a minimum amount of working capital which is continuously required by the enterprise to carry out its normal business operation. This is usually called as permanent or fixed working capital. ഒരു ബിസിനസ് ഫേമിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ക്യാപിറ്റലിന് പറയുന്നതാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം ബിസിനസ് ഫേമിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ഫേം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലേ. അപ്പോൾ എല്ലാ ബിസിനസ് ഫേമിലും ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ആ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന് അല്ല, ഒരു ബിസിനസ് ഫേമിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. The fixed working capital is the minimum amount of working capital required to ensure effective utilization of fixed asset and support the normal operation of business. നമ്മൾ പറഞ്ഞായിരുന്നു ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലേ. ആ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഫേമിൻ്റെ അല്ലേ ഫിക്സഡ് അസറ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് ഫേമിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ഫേമിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് നടക്കാനും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്സ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും കറണ്ട് അസറ്റിലായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞായിരുന്നു ആ വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണ രീതിയിൽ ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 3. ഫസ്റ്റ് വൺ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് വൺ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് തേർഡ് വൺ ക്യൂഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഫസ്റ്റ് വൺ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. The working capital which is needed in the initial stages of business is called initial working capital. It is the capital with which the project is commenced. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം കമൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്യാപിറ്റലിനാണ് എന്ത് പറയുന്നത്, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ക്യാപിറ്റലിന് എന്താ പറയുന്നത്, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ സെക്കൻഡ് വൺ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ required after the project has been established as a going concern. It is the minimum amount of liquid capital to keep up the circulating capital from cash to inventories to receivable and back again to cash. അടുത്ത റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലാണ്. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ബിസിനസ് ഫേം കമൻസ് ചെയ്യുന്ന സമയത്തുള്ള ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയുന്നു, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതിനുശേഷം ബിസിനസ് ഫേമിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ദെൻ ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണയായിട്ട് ലിക്വിഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലേ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ക്യാഷ് ടു ഇൻവെൻട്രീസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സർക്കുലേറ്റിംഗ് ക്യാപിറ്റലാണ്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് സർക്കുലേറ്റ് ചെയ്യുകയാണ്, ക്യാഷിൽ നിന്ന് എന്താ കറണ്ട് അസറ്റിൽ നിന്ന് ക്യാഷ് ആയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ ടു
കീപ്പ് അപ്പ് ദ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അല്ലേ, നമ്മളിത് ലിക്വിഡ് ക്യാപിറ്റലായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ക്യാപിറ്റലിൻ്റെ ഫോമിലുള്ള ക്യാപിറ്റലാണ്. ഇത് മിക്കവാറും ക്യാഷിൽ നിന്ന് ഇൻവെൻട്രീസ് അതുപോലെ തന്നെ റിസീവബിളായിട്ടും എന്ന് വെച്ചാൽ ക്യാഷിൽ നിന്ന് ഇൻവെൻട്രീസ് ആയിട്ടും ഇൻവെൻട്രീസിൽ നിന്ന് റിസീവബിളായിട്ടും റിസീവബിൾസിൽ നിന്ന് ക്യാഷായിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റലായിട്ടാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്. അപ്പം റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇത് എന്താ ലിക്വിഡ് ക്യാപിറ്റലിൻ്റെ ഫോമിലുള്ള ക്യാപിറ്റലാണ്. ദെൻ തേർഡ് വൺ, റിസർവ് മാർജിൻ ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ദ നീഡ്സ് ഓർ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ കണ്ടിജൻസീസ് that may arise at any time. ഓക്കെ, ഇവിടെ റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ റെഗുലർ വർക്കിങ്ങിന് വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് ഒരു ബിസിനസ് ഫേമിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഫേമിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ റെഗുലർ വർക്കിങ്ങിന് വേണ്ടി നമുക്ക് എന്താ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണല്ലേ, അതിനേക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് ഫേമിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് റിസർവ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റിസർവായിട്ട് വെക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് ഫേമിന് എന്തെങ്കിലും കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൈസസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ബിസിനസ് ഫേമിന് ഡിപ്രഷൻ്റെ സമയത്ത് സ്ട്രൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയൊക്കെ കൂടുതലായിട്ടുള്ള ക്യാഷ് ആവശ്യമാണ് അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള കേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സസ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ഇവിടെ റിസർവ് മാർജിൻ ഓഫ് കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റെഗുലർ നീഡ്സ് അല്ലെങ്കിൽ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് ഒരു ബിസിനസ് ഫേമിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് റിസർവ് മാർജിൻ ഓർ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ 3 വർക്കിംഗ് ക്യാപിറ്റലാണ് പറയുന്നത്. പെർമനൻറ്റ് വർക്കിംഗ് ഏതൊക്കെയാണ്? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, തേർഡ് വൺ കുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. ആ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് ഒരു ബിസിനസ് ഫേമിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ കൂടുതലായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. It is the working capital which varies with the volume of business. This is the additional capital needed to meet seasonal and special needs. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് ഫേമിലുണ്ടെങ്കിൽ ആ ബിസിനസ് ഫേം സാധാരണയായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സീസണൽ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. Variable working capital is again divided into two, that is seasonal working capital and special working capital. ഇവിടെ പറയുന്ന വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഒരു ബിസിനസ് ഫേമിൽ ആവശ്യമാണ് അല്ലേ. ആ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനേക്കാളും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ബിസിനസ് ഫേമിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ, കൂടുതലായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനാണ് പറയുന്നത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണ ഇത് ബിസിനസ് ഫേം എന്ത് ചെയ്യും, എന്തെങ്കിലും സീസണൽ നീഡ്സിന് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിലെ ഫസ്റ്റ് ഐറ്റമാണ് എന്താ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദ ഫേം. ഇറ്റ് റെഫേഴ്സ് ടു ദ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഡ്യൂറിങ് ബിസി സീസൺസ്. എന്തെങ്കിലും സീസണൽ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ ഏതെങ്കിലും സീസൺ അല്ലേ, ഓരോ സീസൺ സമയത്ത് നമുക്കറിയാം ചിലപ്പോൾ കൂടുതലായിട്ട് പ്രോഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള സീസണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്നതാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ.
Then next one, second one, special working capital. This refers to the extra working capital to be maintained to meet unforeseen contingencies or to finance special operations. It may be required to carry on a special sales campaign or financing slow-moving stock or financing a period of strike or lockout, etc. ഇവിടെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫോർസീൻ കണ്ടിജൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. എന്നുവെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ ആ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ നമുക്ക് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സാധാരണ രീതിയിൽ എന്തെങ്കിലും സെയിൽസ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്ലോ മൂവിങ് സ്റ്റോക്കിന് നമുക്ക് പെട്ടെന്ന് സെയിൽസ് ആക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് വരികയോ ലോക്കൗട്ട് വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് നമുക്ക് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ 2 വർക്കിംഗ് ക്യാപിറ്റലാണുള്ളത്. ഒന്ന് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, അടുത്ത് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയാണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ.